ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ അനിയനെ കാണാൻ പോകും. അവൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ട് ചുമ്മാ സ്ഥലം കാണാൻ വേണ്ടി. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ ഞാൻ നല്ല ടെൻഷനോടെയാണ് അങ്ങോട്ട് പോയത്. വേറൊന്നുമല്ല, അവനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു. ഊബർ പിടിച്ച് ഞാൻ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ വന്ന് അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ വിളിക്കാൻ തുടങ്ങി. അവസാനം അവൻ്റെ കൂട്ടുകാരനെ വരെ വിളിക്കേണ്ടി വന്നു. അവന് ഫ്രണ്ടും കൂടെ ഫ്രണ്ട് ചേച്ചിയുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടാണ് നിന്ന്. അവസാനം അവൻ്റെ ചേച്ചിയെ വിളിക്കേണ്ടി വന്നു. പക്ഷെ എങ്ങനെയൊക്കെ രണ്ടിനെ അവസാനം കിട്ടി. അപ്പോൾ തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓൾറെഡി 2 മണിക്കൂർ ലുലുവിലോട്ട് ഒരുങ്ങി വാ, ഞാൻ അവിടെ വന്നിട്ട് ബാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ മെട്രോ. പിന്നെ ആകെ ആശ്വാസം 8 മണി തൊട്ട് 1 മണി വരെ ഔട്ടിങ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് 4 മണി ആക്കി എന്നുള്ളത് ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ മെട്രോയിൽ. എനിക്കാണെങ്കിൽ കറക്റ്റ് ഒരു 8-9 സ്റ്റേഷൻ കഴിഞ്ഞാലെങ്കിലും ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ അതിസാഹസികമായി നമ്മൾ ഇരിക്കുക പോലും ചെയ്യാണ്ട് മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിട്ടോ. ഊബർ പിടിച്ച് പോകാനാണെങ്കിൽ നല്ല ട്രാഫിക്കും ആയിരിക്കും, അതുപോലെ നല്ല കോസ്റ്റ്ലിയുമാണ്. എനിക്ക് പിന്നെ ആവശ്യത്തിലധികം സമയം ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ മെട്രോ ഒക്കെ കയറി പയ്യനെ വന്നേ കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ തന്നെ ഇരിക്കാവുന്ന, അവരിങ്ങോട്ടേക്കല്ലേ എന്തൊക്കെയാലും വരുന്നത്. അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ രണ്ടിനെയും വിളിച്ചപ്പോഴത്തേക്കാണ് അറിയുന്നത് 2 റെഡി ആയിട്ട് പോലും ഇല്ലാന്ന്. ഞാൻ പിന്നെ വിചാരിച്ചു പയ്യങ്ങ് നടക്കാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മെട്രോ സ്റ്റേഷനിൽ ലുലുവിലോട്ട് ഏകദേശം 5 to 8 മിനിറ്റ്സ് നടക്കേണ്ട ദൂരേ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ അവിടെ കുറച്ച് ഫാമിലീസ് നിൽപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്തും കൂടെ ചോദിച്ചപ്പോൾ അവർ വഴി പറഞ്ഞു തന്നു. ആൻഡ് ഫൈനലി ഞാൻ ലുലു എത്തി. പക്ഷേ ഇതുവരെ എൻ്റെ അനിയും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു നടന്ന് ആത്തോട്ട് പോയിട്ട് എൻട്രൻസിന്റെ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാം. അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേ അറിയുന്ന അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ലാന്ന്. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, 2 കളിപ്പിച്ച് ആത്തേക്ക് കയറി അവിടെയൊക്കെ ചുമ്മാ കറങ്ങി നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് റെസ്റ്റ് റൂം എൻ്റെ കണ്ണിൽ പെട്ടത്. ഞാൻ അവിടുത്തെ കണ്ണാടിയിൽ പോയി കുറച്ച് കോസ്റ്റ്യൊക്കെ കാണിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നേരെ പുറത്തേക്ക് പോയി. റെസ്റ്റ് റൂമിന്റെ പുറത്ത് ഇരിക്കാൻ സ്പേസ് ഉണ്ടായിരുന്നു. എൻ്റെ കോസ്റ്റ്യൂം ഓപ്പറയൊക്കെ കണ്ട് എൻ്റെ അടുത്തിരുന്ന ചേച്ചി എണീറ്റ് പോയി. അങ്ങനെ അവിടെ കുറേ നേരം പോറടിച്ചപ്പോൾ ഞാൻ നേരെ ട്രെൻഡ്സിലേക്ക് പോയി. പിന്നെ 3 ടോപ്പ് ട്രയൽ ചെയ്യാൻ എടുത്തു. മേടിക്കാനല്ല, ജസ്റ്റ് ട്രയൽ ചെയ്യാൻ. വെറുതെ സമയമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂടി. എനിക്ക് പേഴ്സണലി 3 ഇഷ്ടം കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ബ്ലാക്കും പിന്നെ ബ്ലൂ ആണ്. അത്ര വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോഴാണ് അവന്മാരുടെ കോൾ വന്നു, അവന്മാർ എൻട്രൻസിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നല്ല എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. അവനിട്ട് 2 കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒളിച്ച് നിൽക്കുവാണ് കേട്ടോ 2നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.